നമസ്കാരം. വന്ദേ ഭാരത് ട്രെയിനിൽ ഡോക്ടറുടെ കണ്ണട അടിച്ചു മാറ്റിയത് പോലീസ് ഉന്നതൻ എന്ന റിപ്പോർട്ട് ഏറെ ചർച്ചയായിരുന്നു. സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതുമില്ല. വന്ദേ ഭാരതിൽ നിന്ന് കിട്ടിയ വീഡിയോ ആയിരുന്നു സംഭവത്തിലെ പ്രധാന തെളിവ്. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് വന്ദേ ഭാരത് എക്സിക്യൂട്ടീവ് കോച്ചിൽ യാത്ര ചെയ്ത ഒരു ഡോക്ടറുടെ 30,000 രൂപ വിലയുള്ള കണ്ണട IPSകാരൻ അടിച്ചു മാറ്റിയതായിട്ടാണ് ആക്ഷേപമെന്നും മംഗളമായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. എസ് നാരായണന്റേതായിരുന്നു വാർത്ത. ഈ വാർത്തയിൽ വിശദീകരണവുമായി എത്തുകയാണ് CR ബിജു എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. ഇത്തരമൊരു കണ്ണട കാണാതാകൽ ഉണ്ടായെന്നും അന്വേഷണം നടന്നുവെന്നും CR ബിജുവും സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ ഇതിന് മറ്റൊരു വശം കൂടിയുണ്ടെന്നാണ് ബിജു പറയുന്നത്. വന്ദേ ഭാരതിലെ മാത്രമല്ല റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പറയുന്ന വസ്തുതകളാണ് സൂചിപ്പിക്കുന്നതെന്നും ബിജു പറയുന്നു. കേരള പോലീസിലെ എക്കാലത്തെ സത്യസന്ധനായ പോലീസ് ഓഫീസർമാരിൽ ഒരാൾ എന്നറിയപ്പെടുന്ന അദ്ദേഹം സഹയാത്രക്കാരി മറന്നുവെച്ച കേവലം ഒരു കണ്ണടയും പുസ്തകവും എടുത്ത് പിന്നാലെ പോയതിലൂടെ ആ ട്രെയിനിലെ തുടർന്നുള്ള യാത്രയും സ്വന്തം ലഗേജും കൈവിട്ടുപോയ യാതന അനുഭവിച്ചത് കാണാതെ അവ കൈവശപ്പെടുത്തി എന്ന തരത്തിൽ നൽകിയ വാർത്ത ഇനിയെങ്കിലും തിരുത്താൻ പത്രം തയ്യാറാകണമെന്നതാണ് ബിജുവിന്റെ ആവശ്യം. പ്ലാറ്റ്ഫോമിലുള്ള റെസ്റ്റോറന്റിൽ കയറുകയും റെസ്റ്റോറന്റിലെ ജീവനക്കാരന്റെ കയ്യിൽ പുസ്തകവും കണ്ണടയും ഏൽപ്പിക്കുകയും തുടർന്ന് മറ്റൊരു ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് ഈ വിരമിച്ച ഓഫീസർ യാത്ര തുടരുകയും ചെയ്തുവെന്ന് ബിജു കുറിക്കുന്നു. ഈ ഓഫീസർ റെയിൽവേ ഓഫീസിൽ ഇവ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ ഇത്തരം ആശയക്കുഴപ്പം ഉണ്ടാകുമായിരുന്നില്ലെന്നതാണ് ഇതിനിടയിലും ചർച്ചയാകുന്ന വസ്തുത. റെയിൽവേ സ്റ്റേഷനിലെ CCTVയിലെ ദൃശ്യങ്ങളാണ് എഫ്ഐആറോ കേസോ ഒന്നും വരാത്തതിന് പിന്നിലെന്നും ബിജുവിന്റെ പോസ്റ്റിൽ വ്യക്തം. മംഗളത്തെ പോലെ ഈ വസ്തുതാകഥ വിശദീകരിക്കുന്ന ബിജുവും ആ IPSകാരന്റെ പേര് പുറത്തു പറയുന്നില്ല. ഈ വിഷയത്തിൽ CR ബിജു വിട്ട ആദ്യ പോസ്റ്റ് എഡിറ്റ് ചെയ്ത് തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ആദ്യ പോസ്റ്റിൽ പേഴ്സ് ഉൾപ്പെടെ വന്ദേ ഭാരതിലായി പോയ ഇദ്ദേഹം റെസ്റ്റോറന്റിൽ നിന്ന് പണം കടം വാങ്ങിയാണ് ട്രെയിൻ ടിക്കറ്റ് പോലും എടുത്തതെന്ന വരിയും ഉണ്ടായിരുന്നു. ആദ്യ പോസ്റ്റിട്ട് ഒരു മണിക്കൂറിന് ശേഷം അത് തിരുത്തുകയും ചെയ്തു. CR ബിജുവിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: ഇന്ന് വന്ന വാർത്തയാണിത്. വിരമിച്ച ഓഫീസറെ കുറിച്ചാണെങ്കിലും വാസ്തവവിരുദ്ധ വാർത്ത അത്യന്തം ഖേദകരമാണ്. വന്ദേ ഭാരതിൽ അടുത്തടുത്തിരുന്ന് യാത്ര ചെയ്ത യാത്രക്കാരി മറന്നുവെച്ച കണ്ണടയും ഒരു പുസ്തകവും റിട്ടയർ ചെയ്ത ഓഫീസറുടെ ശ്രദ്ധയിൽ വരികയും അപ്പോൾ തന്നെ അത് അദ്ദേഹം എടുത്ത് യാത്രക്കാരി ഇറങ്ങിയ വഴിയെ മെയിൻ എൻട്രൻസ് വഴി പോയി അവരെ അന്വേഷിക്കുകയും ചെയ്തു. യാത്രക്കാരിയെ കാണാത്തതിനാൽ തിരികെ ട്രെയിനിൽ കയറുന്നതിന് അദ്ദേഹം ഓടിയെത്തിയപ്പോൾ വന്ദേ ഭാരത് ട്രെയിനിന്റെ ഡോർ അടഞ്ഞതിനാൽ അദ്ദേഹത്തിന് അതിൽ കയറി യാത്ര തുടരാൻ കഴിയാതെ വരികയും ചെയ്തു. അദ്ദേഹം തൊട്ടടുത്ത പ്ലാറ്റ്ഫോമിലുള്ള റെസ്റ്റോറന്റിൽ കയറുകയും റെസ്റ്റോറന്റിലെ ജീവനക്കാരന്റെ കയ്യിൽ പുസ്തകവും കണ്ണടയും ഏൽപ്പിക്കുകയും തുടർന്ന് മറ്റൊരു ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് ഈ വിരമിച്ച ഓഫീസർ യാത്ര തുടരുകയും ചെയ്തു. ഈ സമയം അദ്ദേഹത്തിന്റെ ലഗേജുകൾ വന്ദേ ഭാരതിൽ യാത്ര തുടരുകയായിരുന്നു. പേഴ്സ് ഉൾപ്പെടെ വന്ദേ ഭാരതിലായി പോയ അദ്ദേഹം റെസ്റ്റോറന്റിൽ നിന്ന് പണം കടം വാങ്ങിയാണ് ട്രെയിൻ ടിക്കറ്റ് പോലും എടുത്തത്. റെയിൽവേ പോലീസിന് അറിയിപ്പ് നൽകിയാണ് അദ്ദേഹത്തിന്റെ സ്വന്തം ലഗേജുകൾ അദ്ദേഹം ഏറ്റെടുത്തത്. വന്ദേ ഭാരതിലെ മാത്രമല്ല റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പറയുന്ന വസ്തുതകളാണ് മുകളിൽ സൂചിപ്പിച്ചത്. കേരള പോലീസിലെ എക്കാലത്തെ സത്യസന്ധനായ പോലീസ് ഓഫീസർമാരിൽ ഒരാൾ എന്നറിയപ്പെടുന്ന അദ്ദേഹം സഹയാത്രക്കാരി മറന്നുവെച്ച കേവലം ഒരു കണ്ണടയും പുസ്തകവും എടുത്ത് പിന്നാലെ പോയതിലൂടെ ആ ട്രെയിനിലെ തുടർന്നുള്ള യാത്രയും സ്വന്തം ലഗേജും കൈവിട്ടു പോയ യാതന അനുഭവിച്ചത് കാണാതെ അവ കൈവശപ്പെടുത്തി എന്ന തരത്തിൽ നൽകിയ വാർത്ത ഇനിയെങ്കിലും തിരുത്താൻ പത്രം തയ്യാറാകണം. ഇതിനകം തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ലോകം ചുറ്റിക്കഴിഞ്ഞ ഈ വാർത്തയുടെ വസ്തുത ജനങ്ങളിൽ എത്തിക്കാൻ മുഖ്യധാരാ മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും തയ്യാറാകുകയും വേണമെന്നുമാണ് പോസ്റ്റ്.